916 കുഞ്ഞൂട്ടൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. ഒരു വെറൈറ്റി നെയിമാണ്. കുഞ്ഞൂട്ടൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എന്താണ് ഈ 916 കുഞ്ഞൂട്ടൻ എന്നുള്ള പേരിന്റെ കാരണം? അത് 916 കുഞ്ഞൂട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാല് 916 എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ എന്താണെന്ന്. കാര്യം ഈ പടത്തിന്റെ പേര് കേട്ടിട്ട് ഞാൻ മറ്റേ ഫോൺ ലോട്ടറി ഉണ്ടെന്നാ ഞാൻ 916 തന്നെ ഫസ്റ്റ് നമ്പർ ഇട്ട് കൊടുത്തു. ഞാൻ ഫോൺ ലോട്ടറി കളിക്കുമല്ലോ, ലീഗലാണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ കളിച്ചു. ഞാൻ 916 ഇട്ടു. എനിക്ക് പിന്നെ എത്ര രൂപ അടിച്ചു? എനിക്കൊരു 2000 രൂപ അടിച്ചെനിക്ക് ആദ്യത്തെ തന്നെ. അത് നമ്മൾ മൂവി ചെയ്യുമ്പോഴത്തേക്കാണോ? അപ്പൊ ഈ പടത്തിൽ അഭിനയിച്ചതിന് ശേഷം ഒരു ചെറിയ നമ്പറിനോട് ഞാൻ ഇട്ട് നോക്കിയതാണ്. അപ്പൊ എനിക്ക് അതിനകത്ത് 2000 രൂപ അടിച്ചെനിക്ക്. അതുപോലെ നമ്മുടെ പടം 916 എന്ന് പറഞ്ഞാൽ വിലയുള്ള സാധനമാണല്ലോ, പ്യുവർ ആയിരിക്കും. 916 കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെ പ്യൂരിറ്റി അല്ലേ 916. അപ്പോ തങ്കപ്പെട്ടൊരു മനുഷ്യൻ കുഞ്ഞൂട്ടൻ അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ ബാക്കിയൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയണമെങ്കിൽ സിനിമ കാണണം. ഒരു ലീഡ് ചേട്ടനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. ചേട്ടന്റെ ക്യാരക്ടറിനെ ത്രൂ ഉള്ള സ്റ്റോറി തന്നെയാണോ? ഇയാളുടെ ഒരു ജീവിതത്തിലൂടെ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. പക്ഷെ എന്നാലും ഇതിനകത്ത് കുറേ കഥാപാത്രങ്ങളുണ്ട്. അവർക്കൊക്കെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓരോ റോൾ, ഇപ്പം നോബിയുടെ ക്യാരക്ടർ ആണെങ്കിലും മിയയുടെ ക്യാരക്ടർ ആണെങ്കിലും അതുപോലെ മറ്റേ ടിനി, രാകേഷ് തുടങ്ങിയിട്ടുള്ളവരുടെ ഒക്കെ ക്യാരക്ടേഴ്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള അങ്ങനെ ത്രൂഔട്ട് ഞാൻ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇയാളുടെ ജീവിതമാണ് ഈ സിനിമ. ഓക്കെ, നോബി ചേട്ടാ, എന്താണ് ഈ മൂവി അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു ക്യാരക്ടർ എന്താണ്? ഞാൻ അണ്ണൻ്റെ കൂടെയുള്ളൊരു ക്യാരക്ടറാണ്, ഫ്രണ്ടാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു വിശ്വസ്തനാണ്. അദ്ദേഹത്തിനോട് ഫുൾ ടൈം ഉണ്ടാകുന്ന നമ്മുടെ ഒരു ചെറിയൊരു ബാല്യകാലമൊക്കെ ഉള്ളൊരു സംഭവമാണ് പടത്തിൽ. ഹരി എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ഓക്കെ, മിയ? ശരിക്കും പറഞ്ഞാൽ ഇതിലെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മാളു എന്നാണ്. പക്രുചേട്ടൻ്റെ ഹീറോയിനായിട്ടാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഒന്നിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റി. ചെറുപ്പം മുതലേ ടിനിച്ചേട്ടൻ പക്രുചേട്ടൻ കോമ്പോ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം ഇവരുടെ ഒപ്പം ചെയ്യാമെന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര ഒരു സുപ്പീരിയർ അങ്ങനെ ഒരു സീനിയർ അങ്ങനെ ഒരു ആക്ടേഴ്സിന്റെ ഒരു ഇതൊന്നുമില്ല. ഭയങ്കര ജോളിയായിട്ടല്ലേ, എപ്പോഴും ഭയങ്കര കമ്പനി ആയിരുന്നു, നല്ല സപ്പോർട്ട് എന്ന്. ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതെ അതെ അതെ. പിന്നെ ഒരു പ്രധാന വേഷത്തിൽ ഡയാന ഹമീദും വരുന്നുണ്ട് ഈ പടത്തിൽ. രണ്ടുപേരാണ് നായികമാരായിട്ട് വരുന്നത്. പിന്നെ എൻ്റെ ഫാദറായിട്ട് അഭിനയിക്കുന്നത് കോട്ടയം രമേശ് ചേട്ടനാണ്. അദ്ദേഹം എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതിൽ പറയാനാണെങ്കിൽ ഇവർ രണ്ടുപേരുമായിട്ടും ഒരു ത്രൂഔട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് ഫ്രഷാണ്. പല ക്യാരക്ടേഴ്സും ഇതിനകത്തുള്ളവരൊക്കെ തന്നെ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ അത് ആ ഒരു സൗഹൃദത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലുള്ളൊരു സിനിമ, അതെനിക്ക് തോന്നുന്നു സിനിമയിൽ നിഴലിക്കും അല്ലേ?